കേരളത്തിൽ താമരവല്ല കുളത്തിലും വിരിയുമെന്ന് പറഞ്ഞ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ലഭിക്കാൻ പോകുന്നത് നിരാശ മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ. ഇത്തവണ കേരളത്തിൽ 4 താമര വിരിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലാണ് BJP വിജയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. BJP ചരിത്രം തിരുത്തിക്കുറിക്കുമോ എന്ന പേടിയാണ് ഇപ്പോൾ ഇരു പാർട്ടികൾക്കുമുള്ളത്. എല്ലാം അയ്യപ്പനിൽ അർപ്പിച്ചുകൊണ്ട് പ്രചരണത്തിനിറങ്ങുന്നു എന്നാണ് BJP സ്ഥാനാർത്ഥികൾ പറഞ്ഞതും. ശബരിമല അനുകൂല സാഹചര്യമാണ് കേരളത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് BJP കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത്തവണ അക്കൗണ്ട് തുറക്കാനാകുമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. കുറഞ്ഞത് 4 സീറ്റുകളെങ്കിലും നേടണമെന്നതാണ് പാർട്ടി കണക്കുകൂട്ടൽ. ആദ്യമായി BJPക്ക് MLA ലഭിച്ച തിരുവനന്തപുരത്ത് നിന്ന് ഇത്തവണ ഒരു MP കൂടി ലഭിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. BJPയുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് പാർട്ടി ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത്. കുമ്മനം എത്തിയതോടെ BJP തിരുവനന്തപുരത്ത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ടയിലും ശബരിമല വിഷയം ആളിക്കത്തിക്കുന്നതോടൊപ്പം വിജയം ഉറപ്പാക്കാൻ തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് പത്തനംതിട്ടയിൽ നിയോഗിച്ചിരിക്കുന്നതും. K. സുരേന്ദ്രൻ എത്തിയതോടെ പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തിരിക്കുകയാണ്. തൃശൂരിലും BJPക്ക് പ്രതീക്ഷയുണ്ട്. വെള്ളാപ്പള്ളിയുടെ മകൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഈഴവ വോട്ടുകൾ കൂടി BJPക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. പാലക്കാടുള്ളതും അതിശക്തനായ സ്ഥാനാർത്ഥി തന്നെ. C. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ശബരിമല പ്രശ്നത്തോടെ BJPക്കൊപ്പം ചേർന്നു. പത്തനംതിട്ടയിൽ PC ജോർജ് അരയും തലയും മുറുക്കി K. സുരേന്ദ്രനോടൊപ്പമുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ട് സുരേന്ദ്രന് ലഭിക്കും. NSS കുമ്മനത്തെയും K. സുരേന്ദ്രനെയും സഹായിക്കും. അങ്ങനെ 4 സീറ്റ് വരെ നേടാനാകുമെന്നാണ് പ്രതീക്ഷ. സാധാരണ പ്രചരണങ്ങളിലൂടെ കേരളത്തിൽ വോട്ട് പെട്ടിയിലാകില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ BJPയുടെ കണ്ണ് പതിയേണ്ട പ്രധാന വിഭാഗം മത്സ്യത്തൊഴിലാളികളായിരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പരമാവധി പ്രചരണം നടത്തണം. അവരുടെ ജാതിയോ മതമോ പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ അവർക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് അവരെ കൂടുതൽ ബോധ്യപ്പെടുത്തണം. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ BJP 4 അക്കൗണ്ടുകൾ തുറക്കുമെന്നത് നിസ്സംശയം പറയാം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.